നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ തൃശൂർ പൂരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് ഞങ്ങളുടെ തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പകൽ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അല്പ നിമിഷങ്ങൾക്കകം തുടങ്ങുകയാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ചടങ്ങുകൾ ഇന്നലെ വൈകിപ്പോയിരുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ 36 മണിക്കൂർ നീണ്ട പൂരച്ചടങ്ങുകൾക്ക് സമാപനമാകും. പടിഞ്ഞാറേ നടയിൽ നിന്ന് നിഖിൽ പ്രമേഷും മണികണ്ഠനാലിൽ നിന്ന് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം നിഖിൽ പ്രമേഷിലേക്ക്. നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, പകൽപൂരത്തിന് ഇനി ഒരുപാട് സമയമുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കണ്ടതാണ്. ഒരുപാട് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. എന്നാലും അതൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ട് പൂർത്തിയായി, വെടിക്കെട്ട് നടത്തി എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പകൽ പൂരത്തിലേക്ക് പോവുകയാണ്. പകൽ പൂരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് തൃശ്ശൂർക്കാരുടെ പൂരമാണ്. സാധാരണ പറയാറ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പൂരം എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഇന്നലത്തെ ആ പുരുഷാരത്തിന് എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുമ്പോൾ അതിനിടയിലേക്ക് വരുന്നതിനൊക്കെ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൂരമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് എന്നാണ് പറയാറുള്ളത്. എന്തായാലും അല്പസമയം വൈകിയിട്ടുണ്ട് ഈ ചടങ്ങുകൾ ആരംഭിക്കാൻ. സ്വാഭാവികമായിട്ട് ഈ വെടിക്കെട്ട് ആരംഭിക്കാൻ വൈകിയതുകൊണ്ട് തന്നെ മറ്റ് ചടങ്ങുകളും വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇരു വിഭാഗങ്ങളും ഇവിടേക്ക് എത്തിച്ചേർന്നത് ഞാനിപ്പോൾ ഉള്ള ഈ പ്രദേശം നമുക്കറിയാം ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഈ പൂരവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇരു വിഭാഗങ്ങളും ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച. അതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഈ പൂരത്തിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത്ര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇരു വിഭാഗത്തിൻ്റെയും തിടമ്പേറ്റുന്ന കൊമ്പന്മാർ അഭിമുഖമായി നിന്നുകൊണ്ട് ഉപചാരം ചൊല്ലിപ്പിരിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അത് ഈ പൂരത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അവർണ്ണനീയമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതാണ് ഞാൻ അല്പസമയത്തിനകം ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് ഈ ചുറ്റിലും കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ പകൽപൂരം കാണാൻ വേണ്ടി നിൽക്കുകയാണോ? അതെ, ഞങ്ങൾ പകൽപൂരം കാണാൻ വേണ്ടി തന്നെ ഇന്ന് രാവിലെ തൃശ്ശൂർക്കാരാണ്. അതെ, തൃശ്ശൂരാണ്. നിങ്ങളെ പൂരാണല്ലോ. അതെ, ഞങ്ങൾ തൃശ്ശൂർ ചേർപ്പലാണ് പൂരം കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ അമ്പലത്തിൽ കയറി തൊഴാന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ ഇനി പൂരം കണ്ട് പൂരക്കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് കറങ്ങി. അടിപൊളി. ഇത് സ്ത്രീകളുടെ ഒരു പൂരാണ് ഈ ഇപ്പൊ നടക്കാൻ പോകുന്നതെന്നാ പറയുന്നത്. സ്ത്രീകളുടെ പൂരം തന്നെ. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഇയാള് കണ്ണൂരിൽ നിന്ന് ഇന്നലെ രാത്രി വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് AC ബസ് ബുക്ക് ചെയ്ത് ഒരു ഫാനും കൂടിയാ. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്തിച്ചേർന്ന ഒരാളാണ്. പുള്ളി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എപ്പോഴാണ് ഇനി അടുത്ത ചടങ്ങ് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മളടുത്ത് എത്തിയപ്പോഴാണ് കണ്ടത്. നിങ്ങൾ വല്ലാത്ത മനുഷ്യനാണ്, ഭയങ്കര പൂരപ്രേമിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തിരുന്ന് ക്ഷീണിച്ച് ആകെ അവസരം. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ ഓഫീസ് ഉണ്ട് ഇവിടെ അടുത്ത്, വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു സൗകര്യം ഒരുക്കുക. കാരണം അദ്ദേഹത്തിന് മുഖം കണ്ട് അത്രയും നിസ്സഹായനാണ്. അത്ര പൂരപ്രേമിയാണോ നിങ്ങൾ? നിങ്ങളുടെ പേരാദ്യം പറയും. ഇർഷാദ്. കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ എന്താ പറയുക, ഇക്കൊല്ലം കുറേ കാലം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്ത് എന്തെല്ലോ പ്രയാസങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം നോമ്പായിരുന്നു, പിന്നെ അങ്ങനെ ഓരോ പ്രയാസങ്ങളുള്ളതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെയാലും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ച് എത്താൻ പറ്റി. ഇപ്രാവശ്യം പൂരം കണ്ടെത്തേ പോകുന്നു. അതുകൊണ്ട് വെടിക്കെട്ട് രാവിലെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായോ? നന്നായിട്ട് വിഷമമുണ്ടായിരുന്നു. കാരണം ഒരു 5-6 മണിക്കൂറോളം ഫസ്റ്റ് ഒരു 3 മണിക്കൂർ റോട്ട് മേലെ നിന്ന് 3 മണിക്കൂർ ശേഷം മേലെ കയറി ആ ഒരു 3 മണിക്കൂറും കൂടി. ഭയങ്കര തമാശ ആളുടെ കാര്യം. ഈ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് ട്രെയിൻ ബുക്ക് ചെയ്തു. ആ ട്രെയിൻ പോയി. ഇപ്പൊ അടുത്ത ട്രെയിൻ നോക്കിക്കൊണ്ടിരിക്കുക. ഏട്ടാ എവിടുന്നാ? കോയമ്പത്തൂർ. അമ്മേ, നമ്മളെ ആൾക്കാരാ. ഞാൻ പാലക്കാടാണ്. ആയിക്കോട്ടെ, സന്തോഷം. പൂരം കാണാൻ വേണ്ടി വന്നതാണ്. വെടിക്കെട്ട് ഇത്തിരി വൈകിയതുകൊണ്ട് ബാക്കിയൊക്കെ വൈകുന്നു. അതേ റിട്ടേൺ പോകാനൊരു ബുദ്ധിമുട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സന്തോഷം. ഇപ്പൊ പകൽപൂരം കൂടെ കണ്ടിട്ട് പോവാലോ. ചേട്ടാ എവിടുന്നാ? ഞാൻ പാലാ. അമ്മേ, എല്ലാം ദൂരത്തുള്ള ആൾക്കാരാട്ടോ. ഇല്ല, ഞാൻ 52 കൊല്ലമായി അടുപ്പിച്ച് വരാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇത് തൃശ്ശൂർക്കാരുടെ പൂരാണ് ഇന്നത്തെ പറയുന്നത്, പകൽപൂരം. അത് എല്ലാവർക്കും സൗകര്യത്തിന് കാണാൻ വേണ്ടിയിട്ട് അവരൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇന്നലെ വന്നു നാട്ടുകാർക്ക്. ഇന്നലെ രാവിലെ വന്നു. ഞാൻ 2 ദിവസം ഫുള്ള് കൂടിയിട്ടാണ് പോകാറ്. ഇതാ ഇപ്പം പൂരങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി വേണമെങ്കിൽ പോകാൻ തോന്നുന്നു. ഒരു ഭാഗത്ത് 2 ഭാഗങ്ങളും ഇവിടേക്ക് എത്തിച്ചേർന്ന് ഉപചാരം ചൊല്ലി പിരിഞ്ഞ് പൂരക്കഞ്ഞി കൂടി കുടിക്കുന്നത് കൂടിയിട്ടാണ് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ഉത്സവം, പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി അടുത്ത വർഷത്തെ പൂരത്തിൻ്റെ ഡേറ്റ് കൂടി ഇന്ന് പ്രഖ്യാപിക്കുന്നു. അതോടുകൂടിയാണ് ഇന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇനി ചെറുപൂരങ്ങൾ പൂർണ്ണമായി ആരംഭിക്കും. നായ്ക്കനാൽ ഭാഗത്ത് നിന്ന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ എഴുന്നള്ളിപ്പ് അല്പസമയത്തിനകം ഇവിടേക്ക് താങ്ക് യു നിഖിൽ പരമേശ്വരാണ് വിവരങ്ങൾ നൽകിയത്. മണികണ്ഠനാലിൽ നിന്ന് ശ്യാംകുമാർ കൂടി ചേർന്നു. ശ്യാംകുമാർ, പകൽപൂരം അത് തുടക്കമാകുന്നു എന്നാണ് നിഖിൽ പരമേശ്വർ റിപ്പോർട്ട് ചെയ്തത്. മറ്റ് അപ്ഡേറ്റ്സ് എന്താണ്?
SKN പകൽപൂരത്തിന് ഉള്ള തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ എറണാകുളം ശിവകുമാറിന്റെ മുകളിലാണ് പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പുള്ളത്. അവിടെ ഇപ്പോൾ മേളം ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ ആ വെടിക്കെട്ടിന് ശേഷം ഒഴിഞ്ഞ ആ പറമ്പിലേക്ക് ഇങ്ങോട്ട് ആ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ വലിയ ആൾക്കൂട്ടം തന്നെ വീണ്ടും വളരെ പെട്ടെന്ന് കൂടിയിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. പകൽപൂരത്തിന് സാക്ഷ്യം വഹിക്കാൻ പാറമേക്കാവിന്റെ ഭാഗത്ത് എത്തിയിരിക്കുന്ന ആൾക്കൂട്ടമാണ് ഇത്. ആ 15 ആനകളും അവിടെ നിരന്നിട്ടുണ്ട്. നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ആ പകൽ വെളിച്ചത്തിൽ ആ വലിയ ചന്തമുള്ള കാഴ്ചയാണ്. അവിടെ പാറമേക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിയിരിക്കുന്നത് എറണാകുളം ശിവകുമാർ കൂടിയാണ്. ഏതായാലും മേളം ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനി പതുക്കെ ഈ മേളം മുന്നോട്ട് നീങ്ങും. അതോടൊപ്പം തന്നെ തിരുവമ്പാടി ഭാഗത്തു നിന്നുള്ള പൂരവും ഇങ്ങോട്ട് എത്തിച്ചേരും. പിന്നീട് ഉപചാരം ചൊല്ലി പിരിയൽ ഉൾപ്പെടെയുണ്ട്. അതോടുകൂടി ഈ വർഷത്തെ പൂരത്തിന് അവസാനമാകും. അടുത്ത വർഷത്തെ പൂരത്തിന്റെ ഒരുക്കം ഇന്ന് ഇവിടെ വെച്ച് തുടങ്ങുകയും ചെയ്യും. ഒരു കലണ്ടറാണ് അത്. അടുത്ത ഒരു വർഷത്തേക്കുള്ള പൂരം എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, കുടമാറ്റം എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്നുള്ള ഒരു കലണ്ടറിന്റെ കൂടെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാവും. അങ്ങനെ വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന ആ ഒരു പൂരത്തിന്റെ സമാപനം ഇന്നുണ്ടാവും. ഇന്ന് രാവിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അതൊക്കെ മറന്നുള്ള ഒരു ആൾക്കൂട്ടമാണ് വീണ്ടും ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും അവരൊക്കെ വീണ്ടും ആ പകൽപൂരം ആസ്വദിക്കുകയാണ്. വലിയ ചൂടുണ്ട്, പക്ഷെ അതൊന്നും ഈ പൂരപ്രേമികളെ ബാധിക്കുന്നതല്ല. നേരത്തെ നിഖിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തൃശ്ശൂർക്കാരുടെ പൂരമാണ്. ഇന്നലെ ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ എത്തി അവരെയൊക്കെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു തൃശ്ശൂരിലെ ഓരോ വീടുകളും. പ്രത്യേകിച്ച് വീട്ടമ്മമാരുൾപ്പെടെ അവർക്കൊക്കെ ഇങ്ങോട്ട് എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ത്രീകളുടെ സാന്നിധ്യമൊക്കെ വളരെയുണ്ട്. ഇന്ന് തൃശ്ശൂർക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ പൂരവും ഒക്കെ ആസ്വദിച്ച പകൽപൂരം കണ്ട് ഉപചാരം ചൊല്ലി വിട ചൊല്ലി കഴിഞ്ഞ ശേഷം പൂരക്കഞ്ഞിയും കുടിച്ചാണ് ഇന്ന് ആളുകൾ ഇവിടെ നിന്ന് മടങ്ങുക. അതോടുകൂടി അടുത്തൊരു പൂരക്കാലത്തിനായിട്ടുള്ള കാത്തിരിപ്പാവും. അപ്പോഴും അവരൊക്കെ നമ്മളോട് നേരത്തെയൊക്കെ സംസാരിച്ചവർ പറഞ്ഞൊരു കാര്യം, ആ വെടിക്കെട്ടിന്റെ ആ ശോഭ അങ്ങ് പോയല്ലോ എന്നുള്ളതായിരുന്നു. അത് അടുത്ത വർഷം പരിഹരിക്കാമെന്ന് സ്വയം അവർ തന്നെ സമാധാനിക്കുന്നുമുണ്ട്. ഏതായാലും പകൽപൂരം മണികണ്ഠനാൽത്തറയിൽ പകൽപൂരം ആരംഭിച്ചിരിക്കുന്നു. പാറമേക്കാലിന്റെ 15 ഗജവീരന്മാരാണ് അണിനിരന്നിരിക്കുന്നത്. അത് കാണാനായിട്ട് വലിയൊരു തന്നെ ആൾക്കൂട്ടം വീണ്ടും ഉണ്ടായിരിക്കുന്നു. മനുഷ്യപൂരം തന്നെ വീണ്ടും ഉണ്ടായിരിക്കുന്നു. ഇവരെല്ലാവരും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകും. പൂരത്തിന്റെ ഏറ്റവും അവസാനത്തെ ചടങ്ങിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാണാനും ആസ്വദിക്കാനുമായിട്ടാണ് രാവിലെ വെടിക്കെട്ടിന് ശേഷം പിരിഞ്ഞുപോയ ആൾക്കൂട്ടം വീണ്ടും എത്തിയിരിക്കുന്നത്. മേളവാദ്യങ്ങളുടെ ആഘോഷത്തിൽ തന്നെ പകൽപൂരം അതിന്റെ എല്ലാ ശോഭയോടും കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പകൽപൂരം മുന്നോട്ട് നീങ്ങും. പിന്നീട് രണ്ടു വിഭാഗങ്ങളും പരസ്പരം കാണും. അവർ ഉപചാരം ചൊല്ലി പരസ്പരം പിരിയും. ഈ വർഷത്തെ ഒരു പൂരക്കാലത്തിന് സമാപനം കുറിക്കും. പിന്നീട് അടുത്ത വർഷത്തെ ഒരു പൂരത്തിനുള്ള കാത്തിരിപ്പാണ്. ഏതായാലും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ടും വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഈ മേളവാദ്യങ്ങൾ ആസ്വദിക്കാനും ഗജവീരന്മാരെ കാണാനും പൂരത്തിന്റെ അവസാനം ആഘോഷിക്കാനും ഒക്കെയായി എത്തിച്ചേർന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പകൽപൂരം കാണാനും ഒരുപാട് ആളുകൾ എത്തിക്കഴിഞ്ഞു എന്നാണ് തൃശ്ശൂർ നഗരത്തിനുള്ള ദൃശ്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത്.